10 വർഷത്തിനുള്ളിൽ കേരളം ആവശ്യപ്പെട്ടിട്ട് ഒരു മണി അരി, 1 കിലോ അരി നമ്മുടെ അലോട്ട്മെൻറ്റിൻ്റെക്കാൾ കൂടുതൽ നൽകിയിട്ടുണ്ടോ? നല്ല നാടകത്തിൽ അഭിനയിക്കാൻ കഴിയുന്ന നടനായി മാറുക എന്നല്ലാതെ യാഥാർത്ഥ്യവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക്? നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനമല്ലേ വയനാട് ദുരന്തം അനുഭവിച്ച ദുരിതഭൂമിയിൽ വന്ന് ആശുപത്രിയിലെ കുഞ്ഞിനെ ലാളിക്കുന്ന രംഗം. മനുഷ്യനായിട്ടുള്ള ആളുകൾ ആ കുഞ്ഞിനെ ലാളിച്ചത് മനുഷ്യനായിട്ടുള്ള ഒരാളാണെങ്കിൽ ആ വാക്കുകളിൽ നിന്ന് പിന്മാറുമോ? വെറും വാക്കുകൾ അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്. അത്തരം വാക്കുകളിൽ നിന്ന് മാറണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ച് നടപ്പാക്കുന്ന പദ്ധതികൾ, അതാണല്ലോ അദ്ദേഹം സൂചിപ്പിച്ചത്. അതനുസരിച്ച് കേരളത്തിലെ കൃഷിക്കാരുടെ നെല്ല് സംഭരണം ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ്. നെല്ല് സംഭരണത്തിൽ കേന്ദ്ര ഗവൺമെൻറ് 24 രൂപ ചില്ലറ പൈസയാണ് MSP ആയി നൽകുന്നത്, മിനിമം സപ്പോർട്ട് പ്രൈസായി നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ കേരളം കൃഷിക്കാർക്ക് നൽകുന്നത് 30 രൂപയാണ്. 30 രൂപ നൽകി ഇന്ത്യയിൽ സംഭരിക്കുന്ന ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ അത് കേരളത്തിൽ മാത്രമാണ്. അപ്പോൾ കൃഷിക്കാരോട് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ നിലപാടെന്താ, കേന്ദ്ര സമീപനം എന്താ എന്ന് വ്യക്തമാണ്. കേന്ദ്ര ഗവൺമെൻറ് ഒരു വർഷക്കാലം നെല്ല് സംഭരിച്ച് കൃഷിക്കാരന് പണവും കൊടുത്തതിന് ശേഷം 1 വർഷം കഴിയുമ്പോഴാണ് അതിൻ്റെ പ്രോസസ്സിങ്ങിൽ പണം നമുക്ക് തിരികെ ലഭിക്കുന്നത്. അതുതന്നെ പല കാരണങ്ങൾ പറഞ്ഞ് പല രൂപത്തിലുള്ള തടസ്സവാദങ്ങൾ ഉന്നയിച്ച് അത് വൈകിക്കുകയാണ്. 1300 കോടിയിലധികം രൂപ ഇനിയും കൃഷിക്കാർക്ക് കൊടുത്ത വകയിൽ കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് നൽകാനുണ്ട്. കർഷകർക്ക് ഇതായിരിക്കെ വസ്തുത എന്ന് നിലനിൽക്കെ വെറും വാക്കുകൾ അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്. അത്തരം വാക്കുകളിൽ നിന്ന് മാറണം. മലയാളി നിരന്തരമായി ആവശ്യപ്പെടുകയാണ്. നമ്മളിവിടെ നമ്മുടെ മുഖ്യ ഭക്ഷ്യധാന്യമായിട്ടുള്ള അരി ഉൽപ്പാദനത്തിൽ പുറകിലാണ്. നമ്മുടെ കാലാവസ്ഥ അതിന് അനുകൂലമല്ല, ഭൂപ്രകൃതി അനുകൂലമല്ല. എന്നാൽ നാണ്യവിളകൾ നമ്മൾ അധികം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് രാജ്യത്തിൻ്റെ ഖജനാവിലേക്കുള്ള വിദേശ നാണ്യം നേടിക്കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ നമുക്കാവശ്യമായ ഭക്ഷ്യധാന്യം, അരി, ഗോതമ്പ് ഇവ നൽകേണ്ടുന്ന ബാധ്യതയാണ് കേന്ദ്ര ഗവൺമെൻറ്റിനുള്ളത്. ആ ബാധ്യത കഴിഞ്ഞ 10-40 വർഷക്കാലം രാജ്യത്ത് നിലനിന്നിരുന്നതാണ്. എന്നാൽ ഈ ഗവൺമെൻറ് 10 വർഷമായാലോ നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്നത്. 10 വർഷത്തിനുള്ളിൽ കേരളം ആവശ്യപ്പെട്ടിട്ട് ഒരു മണി അരി, 1 കിലോ അരി നമ്മുടെ അലോട്ട്മെൻറ്റിൻ്റെക്കാൾ കൂടുതൽ നൽകിയിട്ടുണ്ടോ? 14 ലക്ഷം മെട്രിക് ടൺ അരിയും ഗോതമ്പുമായി നൽകുന്ന ആ കേന്ദ്ര വിഹിതമായിട്ടുള്ള അതിൽ നിന്നും 1 കിലോ അധികം നൽകാൻ 10 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞോ? ഈ കേരളം എത്ര തവണയാണ് ആവശ്യപ്പെട്ടത്? മന്ത്രി നിലയിൽ ഞാൻ എത്ര തവണ നേരിട്ട് പോയി കണ്ടു. മുഖ്യമന്ത്രി തന്നെ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടല്ലോ. നമുക്ക് 16.5 ലക്ഷം മെട്രിക് ടൺ ഉണ്ടായിരുന്ന ഭക്ഷ്യധാന്യമാണ് 2013 UPA ഗവൺമെൻറ്, രണ്ടാം UPA ഗവൺമെൻറ് 14ആയി കുറച്ചത്. 2 ലക്ഷം അത് നിലവിൽ നമുക്ക് നൽകിയിരുന്ന പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചു. അതുപോട്ടെ, ഓണം, ക്രിസ്മസ്, റംസാൻ, വിഷു ഇത്തരത്തിലുള്ള ഉത്സവ നാളിൽ വെള്ളക്കാർഡിന് കേന്ദ്ര ഗവൺമെൻറ് അലോട്ട്മെൻറ്റ് വീതം വെച്ചാൽ നമുക്ക് 2 കിലോ മാത്രമേ ഒരു കാർഡിന് കൊടുക്കാൻ കഴിയൂ. ഒരു കുടുംബത്തിന് 2 കിലോ കൊടുക്കുന്നത് എന്ത് അപഹാസ്യമാണ്! അങ്ങനെ കൊടുക്കുന്ന സ്ഥാനത്ത് ഒരു 5 കിലോ കൊടുക്കാൻ ഉത്സവ നാളിൽ കൊടുക്കാൻ ആവശ്യപ്പെട്ടല്ലോ, നൽകിയില്ലല്ലോ. അപ്പോൾ ഇതാണ് വസ്തുത എന്നിരിക്കെ വെറുതെ വാചക കസർത്ത് നടത്തുക, നല്ല നാടകത്തിൽ അഭിനയിക്കാൻ കഴിയുന്ന നടനായി മാറുക എന്നല്ലാതെ യാഥാർത്ഥ്യവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക്? നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനമല്ലേ വയനാട് ദുരന്തം അനുഭവിച്ച ദുരിതഭൂമിയിൽ വന്ന് ആശുപത്രിയിലെ കുഞ്ഞിനെ ലാളിക്കുന്ന രംഗം. മനുഷ്യനായിട്ടുള്ള ആളുകൾ ആ കുഞ്ഞിനെ ലാളിച്ചത് മനുഷ്യനായിട്ടുള്ള ഒരാളാണെങ്കിൽ ആ വാക്കുകളിൽ നിന്ന് പിന്മാറുമോ? നമ്മളെന്താ പ്രതീക്ഷിച്ചത്? ഈ കേരളത്തിലെ പ്രളയത്തിലും കേരളത്തിലെ കോവിഡിൻ്റെ കാലത്ത് നമ്മുടെ നിരവധി ഗോഡൗണുകളിൽ, റേഷൻ ഷോപ്പുകളിൽ ഉണ്ടായിരുന്ന സ്റ്റോക്ക് ഒലിച്ചു പോയല്ലോ വെള്ളത്തിൽ. നമുക്ക് നൽകിയ അരിക്ക് പണം വാങ്ങിയവരല്ലേ കേന്ദ്ര ഗവൺമെൻറ്? നമുക്ക് നൽകിയ അരിക്ക് പണം വാങ്ങിയവരാണ്, തിരികെ പണം വാങ്ങിയവരാണ് നരേന്ദ്രമോദി സർക്കാർ. അങ്ങനെ ഈ ജീവിത അനുഭവം നമുക്കുള്ളപ്പോൾ ഇതുപോലുള്ള എത്ര വാചക കസർത്ത് കണ്ടാലും മലയാളി അത്ഭുതപ്പെടില്ല, മലയാളി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വിശ്വസിക്കില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്.